ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 5 മാവോയിസ്റ്റുകളെ വധിച്ചു. ഒരു പോലീസ് ഓഫീസർ വീരമൃത്യു വരിച്ചു. അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, റെഡ് കോറിഡോർ എന്നറിയപ്പെടുന്ന ആ മേഖലയിൽ ദീർഘനാളായി തുടരുന്ന മാവോയിസ്റ്റ് ഉന്മൂലനമാണ്, മാവോയിസ്റ്റ് വേട്ടയാണ്. അതിന്റെ തുടർച്ച തന്നെയല്ല ഇതും, അജീഷ്? ഒരു പോലീസ് ഓഫീസർക്ക് വീരമൃത്യു ഉണ്ടായി എന്നുള്ളതാണ് സങ്കടം. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 5 മാവോയിസ്റ്റുകളെ വധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. മാവോയിസ്റ്റ് നേതാവ് വികാസ് നാഗ്പുരെ കീഴടങ്ങുന്നതടക്കം ഈ പറയുന്ന ആ മേഖലയിൽ ആക്രമണങ്ങളടക്കം ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഉണ്ടായ സ്ഫോടനത്തിൽ ഒരു മരണവും 2 സ്ത്രീകൾ ഗുരുതര പരിക്കുണ്ടാകുന്ന സാഹചര്യം ജാർഖണ്ഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഏരിയ എപ്പോഴും കലാപകലുഷിതം അല്ലെങ്കിൽ കലുഷിതമാണ്. അവിടെ മാവോയിസ്റ്റ് ഉന്മൂലനം വളരെ ശക്തമായി തന്നെ തുടരുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. അജീഷ് ജയകുമാർ, അജീഷ്, ആ മാവോയിസ്റ്റ് വേട്ടയുടെ തുടർച്ച തന്നെയല്ലേ ഇന്നത്തെ ഓപ്പറേഷനും? അങ്ങനെ തന്നെയാണ് കാശ്മീർ. മാവോയിസ്റ്റ് വേട്ട കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന മാവോയിസ്റ്റ് വേട്ടയുടെ തുടർച്ചയായിട്ടാണ് ഇന്നും ഈ ഓപ്പറേഷൻ നടന്നത്. മാവോയിസ്റ്റും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 5 മാവോയിസ്റ്റുകളെയാണ് വധിച്ചത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ജവാനും വീരമൃത്യു വരിച്ചു ഏറ്റുമുട്ടലിൽ. ഛത്തീസ്ഗഡിലെ ബിജാപൂരിലാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത്. അവിടെ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഓക്കെ, അജീഷ് ജയകുമാറാണ് ആ ഏറ്റുമുട്ടലിന്റെ വാർത്ത നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.